അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് അതാ ആഷി ഉസ്താദ് വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ പറഞ്ഞു, മോനെ. ആ ഉമ്മ. അല്ല, എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ കൂടുതൽ വൈകിട്ടൊന്നും നിശ്ചയിക്കണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ അങ്ങ്. ഉമ്മ, ഇല്ല, അധികം ലേറ്റ് ആവില്ല ഇൻഷാ അല്ലാ, പെട്ടെന്ന് തന്നെ. ആ പൊന്നു മോനെ, എന്തായാലും വല്ലാത്തൊരു സങ്കടമായിപ്പോയി. എന്തു ഉമ്മ? അല്ലേ, സഫീറിൻ്റെ കാര്യത്തിലേ ഓൻ ആഗ്രഹിച്ചത്. ഉമ്മ, ഇൻഷാ അല്ലാ, അള്ളാഹു അല്ലേ വലിയവന്. അതെ, അവനെല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ്. മനസ്സിനുള്ളിലുള്ള വേദനകളും വിഷമങ്ങളുമെല്ലാം അവൻ അറിയുന്നുണ്ടാവുമല്ലോ. എന്നാൽ ഈ സമയം അതാ സഫീറിൻ്റെ വീട്ടിൽ സഫീർ ഉമ്മയോട് പറയുന്നു, ഉമ്മ, ഞാൻ വെല്ലുമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോവാണ്. എൻ്റെ പൊന്നാര മോനെ, ഒരു പെണ്ണ് ഇവിടെ വന്ന് കയറാൻ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ആ തള്ളനെ വീണ്ടും ഈ വലിച്ചു കയറ്റിയാലേ അത് എനിക്ക് ഭാരമായി തീരും. ഇതിങ്ങനെ വിളിക്കും ഇടയ്ക്കിടയ്ക്ക്, മക്കളെ എവിടെ അവിടെ ഒന്ന് പുറത്തേക്ക് മര്യാദക്കൊന്ന് ഇറങ്ങാനും ഇതിനും പറ്റൂല, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ദയവായി അവിടെ നിൽക്കണോടത്ത് അവിടെ നിന്നോട്ടെ. ഉമ്മ, അത് എനിക്ക് സഹിക്കുന്നില്ല. സഫീറെ, നീ വേണ്ടാത്തതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. എന്നാലും അതാ വല്യമ്മയെ കാണാതിരിക്കാൻ അവൻക്ക് പറ്റില്ലായിരുന്നു. അവൻ പലതവണ അവിടേക്ക് പോവാറുണ്ട്, ഉമ്മ അറിയാതെ. ഉമ്മ അറിഞ്ഞാൽ കൊന്നുകളയും, അതുറപ്പാണ്. എന്നാൽ ജസീർ ഈ തവണ അതാ അങ്ങോട്ട് വരുന്നു. അല്ല സഫീർ, കല്യാണത്തിനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെറ്റാക്ക്. പിന്നെ എനിക്കും ചിലതുണ്ട്. നീ ഒന്ന് നിക്കാഹ് കഴിച്ചിട്ട് വേണം എനിക്കൊരാൾ നിക്കാഹ് കഴിക്കാൻ. ശരിക്കും തൻ്റെ ജ്യേഷ്ഠൻ്റെ വാക്കുകൾ കേട്ട് അവൻ ഞെട്ടി. അവനൊന്നും എന്താടാ നീ മുഖത്തേക്ക് നോക്കുന്നത്? എനിക്കെന്താ ആ ഒന്നും പാടില്ലേ? ഏയ്, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കും ചിലതൊക്കെ ഉണ്ട്, ചില പ്ലാനിങ്. പക്ഷെ നിൻ്റെത് ഫസ്റ്റ് കഴിയട്ടെ. അത് ചില എന്താ ഇക്ക? ഒന്നുമില്ല എൻ്റെ സഫീറെ, ഈ അതിനെക്കുറിച്ചൊന്നും ചോദിക്കണ്ട. ഉമ്മ, നിങ്ങൾക്ക് എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടോ? എന്ത് മറച്ചു വെക്കുന്നത്? ഒന്നുമില്ല. ഉമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി കണ്ടുവച്ച ആ ഒരു പെണ്ണിനേക്കാൾ 10 മാറ്റ പെണ്ണ് എൻ്റെ അടുത്തുണ്ട്. സഫീറെ, വേണ്ടാത്ത ചിന്തിക്കണ്ട. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നീ എങ്ങാനും അവളെ എങ്ങാനും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടേ നിൻ്റെ കാലിന് മുട്ടുകാൻ തല്ലി ഒടിക്കും, കരുതിക്കോ. ഓർത്ത് സംസാരിച്ചോ. പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി. അതെ, വീണ്ടും ഉമ്മയുടെയും ജ്യേഷ്ഠൻ്റെയും ആ ഒരു തന്നെ ഭരിക്കുന്ന ആ ഒരു സ്വഭാവം, അത് ശരിക്കും അവനെ വല്ലാതെ അങ്ങ് പ്രയാസപ്പെടുത്തിയിരുന്നു. പെട്ടെന്ന് നിക്കാഹ് നടത്തണം, അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നീ പോയാൽ മതി. പിന്നെ അതിനിടയ്ക്ക് നീ പോകാനും മുങ്ങാനും നിൽക്കല്ലോ. സഫീർ നിശബ്ദനായി നിന്നു. ഉമ്മ, ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും. നീ അങ്ങോട്ട് പറയുന്നാണ്ട് കേട്ടാൽ മതി. എന്തായാലും വേണ്ടില്ല, നീ നിക്കാഹ് കഴിച്ച് ഇവിടെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം മാത്രമേ നിനക്കുള്ളൂ. പിന്നെ എന്തായാലും കുഴപ്പമില്ല. ഒരു നിമിഷം അവൻ ഓർത്തു, അല്ലെങ്കിലും ഹാദിയയെ എൻ്റെ ജ്യേഷ്ഠൻ നിക്കാഹ് കഴിച്ച് കൊണ്ടുവന്നപ്പോഴും അങ്ങനെയായിരുന്നു. അതെ, അവൾ പറഞ്ഞത് എനിക്കറിയാം. ഈ റൂമിന് പുറത്ത് മാത്രമാണ് നീ ഭാര്യ, അകത്തൊരിക്കലും നീ എൻ്റെ ഭാര്യയല്ല, നീ എൻ്റെ ഒരു യന്ത്രം മാത്രമായിരിക്കും എന്ന്. ഒരിക്കൽ പോലും എനിക്ക് നിന്നെ ഇഷ്ടമല്ല. അങ്ങനെ അവൾ ഒരുപാട് അനുഭവിച്ചിരുന്നു. ഒടുവിൽ കാലു മുറിച്ചിട്ട് അവൻ, ആ ദുഷ്ടൻ, അത് ശരിക്കും തൻ്റെ ജ്യേഷ്ഠനെ കുറിച്ച് ഓർത്തപ്പോൾ അവൻക്ക് പുച്ഛമാണ് തോന്നിയത്. എന്നാൽ ആഷി ഉസ്താദ് പാവമാണ്. കാലുകൊണ്ട് വയ്യാന്നറിഞ്ഞിട്ടും അവൾ ഏറ്റെടുക്കുന്നുണ്ടല്ലോ, അത് തന്നെയല്ലേ വേണ്ടത്. റബ്ബേ, ആഷി ഉസ്താദിൻ്റെ മനസ്സൊക്കെ. എനിക്ക് എത്രമാത്രം വിഷമങ്ങളുള്ള വേദനകളുള്ള നിമിഷങ്ങളായാലും ആഷി ഉസ്താദ് എന്നെ എപ്പോഴും ആശ്വസിപ്പിക്കുമായിരുന്നു. പാവം, അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവേ റഹ്മാനെ, നീ മാത്രമാണ് തുണ. ഒരിക്കൽ പോലും അദ്ദേഹത്തെ നീ വിഷമിപ്പിക്കല്ലേ അല്ലാ. എന്നാൽ ഈ സമയം അതാ നമ്മുടെ റിസ്വാന വക്കീൽ അതെ പർച്ചേസിങ് കഴിഞ്ഞ് അവർ റൂമിലെത്തി. ശരിക്കും അവൾ വാതിലടച്ച് അത് തൻ്റെ പ്രിയപ്പെട്ട സഫീറിന് വേണ്ടിയെടുത്ത ആ ഒരു വിവാഹ വസ്ത്രങ്ങൾ കണ്ട് പൊട്ടിക്കരഞ്ഞു പോയി. എൻ്റെ പ്രിയപ്പെട്ട സഫീർ, അതെ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. സാരമില്ല, എങ്കിലും ഞാനെടുത്ത ഈ ഒരു വിവാഹവസ്ത്രം ധരിച്ചുകൊണ്ട് നീയൊന്ന് പുതിയാപ്പിള ഇറങ്ങിയാലും എൻ്റെ മനസ്സ് നിറയും. അതെ, ഞാൻ തന്ന ആ ഡ്രസ്സെങ്കിലും സ്വീകരിക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഫീർ, അതെ, മനസ്സറിഞ്ഞാണ് ഞാനിത് തരുന്നത്. സ്വീകരിക്കണം, സ്വീകരിക്കണം. എൻ്റെ ആഗ്രഹമാണ് ഇത് ധരിക്കണം എന്നുള്ളത്. പ്ലീസ്.
അതെ, വിവാഹത്തിന് വേണ്ടി അദ്ദേഹത്തിനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം അവൾ സെറ്റാക്കി അതൊരു നല്ല മനോഹരമായ ഒരു പെട്ടിയിലാക്കിയിരുന്നു. അതെ, ശരിക്കും ഒരു ഗിഫ്റ്റ് പോലെയായിരുന്നു. അതവൾ ഓപ്പൺ ചെയ്ത് അതുപോലെ വെച്ച് ഒരുപാട് വിതുമ്പിക്കരഞ്ഞു. അതിലേക്ക് അവളുടെ ഒരുപാട് കണ്ണീർ തുള്ളികൾ ഉറ്റി വീണു. കാരണം റബ്ബേ, പഠിച്ചോനെ, എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ റബ്ബേ നല്ല ജീവിതം ഉണ്ടാകട്ടെ. പാവമാണ് സഫീർ. സഫീറിന് ഒരിക്കൽ പോലും ഒരു വിഷമവും ഉണ്ടാകാൻ പാടില്ലല്ല. അവൾ ആ ഡ്രസ്സുകളിലേക്ക് നോക്കി. മോളെ, മോളെ. ആ ഉമ്മ ഇത് വരുന്നു. മോളെ, എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തതേ? ആ, സാധനങ്ങൾ എടുത്തു വെക്കലൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പം എൻ്റെ മോള് ഭക്ഷണം കഴിക്കേ. വാ മോളെ, ഉപ്പ വിളിച്ചു. ആ ഉപ്പ. ആ പൊന്നു മോളെ, ഉപ്പാൻ്റെ കുട്ടി. അതൊക്കെ പിന്നെ ആക്കാം. വാ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാലോ. മോള് ഭക്ഷണം ഒഴിവാക്കരുത് കേട്ടോ. എൻ്റെ പൊന്നു മോളുടെ സൗന്ദര്യം തന്നെ ഉപ്പ വാരിത്തരുന്ന ഭക്ഷണമാണ് ഉപ്പ. അതെ, ശരിക്കും തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ആ ഒരു സ്നേഹം കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവേ റഹ്മാനെ, എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യ് റഹ്മാനെ. അവൾ വിതുമ്പിക്കൊണ്ട് ദുആ ചെയ്തു. അങ്ങനെയതാ ആ കുവൈറ്റിലെ ഇനി വെറും 2 ദിവസമാണ് ബാക്കിയുള്ളത്. അവർ നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് വല്ലാത്തൊരു സന്തോഷവുമാണ്. അത് ഉമ്മയെയും ഉപ്പയെയും എല്ലാവരെയും കാണാലോ. എന്തൊക്കെ തന്നെയാലും റബ്ബേ, ഉപ്പ അത് ഉമ്മാക്കും അവർക്ക് എല്ലാവർക്കുമുള്ള സാധനങ്ങളും എല്ലാം വാങ്ങിയത് ഒക്കെ ഒന്ന് മാറ്റി വെക്കുന്ന തിരക്കിലാണ്. അതെ, എല്ലാം കൂടി അങ്ങനെ അങ്ങ് ഇട്ടാലേ ഒരുപാട് ടൈം എടുക്കും. ഉപ്പാക്കുള്ളതും ഫാമിലിക്കുള്ളതും എല്ലാം വേറിട്ടങ്ങ് വെച്ചാലേ അത് വലിയൊരു എളുപ്പമായിരിക്കും. അങ്ങനെ ഓരോരുത്തരേക്കുള്ള സാധനങ്ങളെല്ലാം വേർതിരിച്ചതാണ് അവർ വെക്കുന്നത്. അവർ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും അവിടെ നമ്മുടെ റിസ്വാന വക്കീലിൻ്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമമുണ്ടായിരുന്നു. ഉപ്പാൻ്റെ കുട്ടിയുടെ മുഖം എന്താ ഇങ്ങനെ? ഉപ്പാൻ്റെ കുട്ടി എന്താവശ്യപ്പെട്ടാലും ഞാനത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ പൊന്നുമോളിന് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടപ്പോൾ മോൾ എടുക്കുന്നത് സഫീറിന് വേണ്ടി നിക്കാഹിന് വേണ്ടി ഇടാനുള്ള ധരിക്കാനുള്ള ഡ്രസ്സാണ് എൻ്റെ പൊന്നുമോൾ എടുത്തത്. വേറെ ഒന്നും എൻ്റെ പൊന്നുമോൾ ആവശ്യപ്പെട്ടില്ല. ഉപ്പ അതെ, അത് മതി. വേറൊന്നും വേണ്ട. വേറൊന്നും എനിക്ക് ആവശ്യപ്പെടുന്നില്ലപ്പ. ഞാൻ അത് മതി. എൻ്റെ പൊന്നുമോൾ വേറെ വല്ലതും എങ്കിൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാനത് എൻ്റെ പൊന്നുമോൾക്ക് തരുമായിരുന്നു. പക്ഷേ എൻ്റെ പൊന്നുമോൾ ഒന്നും എന്നോട് ചോദിക്കുന്നില്ല. ഉപ്പ മതി, എനിക്ക് ഉപ്പാൻ്റെ സ്നേഹം എന്നിങ്ങനെ കിട്ടിയാൽ മതി. അത് മാത്രം മതി. വേറൊന്നും വേണ്ട എൻ്റെ ജീവിതത്തിലേക്ക്. തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ആ ഒരു വാക്ക്, അത് എപ്പോഴും എളിമയോടെയും വളരെയധികം വിനയത്തോടെയും മാത്രം കഴിഞ്ഞിരുന്ന തൻ്റെ പൊന്നുമോൾ, അതെ, ഞാൻ ആഗ്രഹിച്ചതുപോലെ അവളെ ഞാനൊരു വക്കീലാക്കി. ഒരുപാട് പാവങ്ങൾക്ക് അവൾ കേസ് വാദിച്ചു കൊടുത്തു, 5 ക്യാഷ് പ്രതിഫലം വാങ്ങാതെ. കാരണം മോളെ, നമുക്ക് പടച്ചറബ് ക്യാഷ് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പാവങ്ങളെ സഹായിക്കുവാനാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് അവർക്ക് ഏത് കേസ് വരികയാണെങ്കിലും 5 പൈസ പ്രതിഫലം വാങ്ങാതെ അവർക്ക് വേണ്ടി വാദിച്ചു കൊടുക്കണം. അത് ഉപ്പയുടെയും നിർദ്ദേശം തന്നെയായിരുന്നു. എന്നാൽ തൻ്റെ പൊന്നുമോൾ താൻ പറയുന്നതനുസരിച്ച് തൻ്റെ വാക്കുകളെല്ലാം, തൻ്റെ വിധിവിലക്കുകളെല്ലാം തൻ്റെ പൊന്നുമോൾ അക്ഷരം പ്രതി അനുസരിക്കുകയായിരുന്നു. ശരിക്കും ആ പിതാവിന് അവളുടെ കാര്യത്തിൽ അഭിമാനം തോന്നുകയായിരുന്നു. റബ്ബേ, എനിക്ക് ഇങ്ങനൊരു മകളെ അള്ളാഹു നൽകിയല്ലോ റഹ്മാനെ. അവളുടെ മനസ്സിൽ എന്ത് സ്വപ്നങ്ങളുണ്ടെങ്കിലും അത് പൂർത്തിയാക്കണം എന്നുള്ളത് ഉപ്പാക്കും വാശിയായിരുന്നു. എന്നാൽ അന്ന് ഭക്ഷണം കഴിച്ച് അവർ ആ വില്ലകളുടെ പുറത്തായിട്ട് അതാ കാറ്റും കൊണ്ട് ഇരിക്കുമ്പോൾ ഉപ്പ അവളോട് ചോദിച്ചു, മോളെ എന്തുപ്പ? എൻ്റെ പൊന്നുമോൾ ആഗ്രഹങ്ങളൊന്നും പറയുന്നില്ല. മോൾക്ക് ആഗ്രഹങ്ങളില്ലേ? ഉപ്പ, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അതൊക്കെ നമുക്ക് ഉണ്ടാകും. പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലേ എല്ലാം പടച്ചിറബിൽ തവക്കലാക്കും. അതല്ലേ എൻ്റെ പൊന്നുമോൾ. ഉപ്പാനെ കൊണ്ട് കഴിയുന്നത് എന്തെങ്കിലും. എന്തായാലും നാട്ടിൽ ചെന്നിട്ട് മോളുടെ നിക്കാഹ് നടത്തണം കേട്ടോ. അത് ഉപ്പാൻ്റെ ആഗ്രഹമാണ്. എന്താ മോൾക്ക് അത് സമ്മതാണോ? ഒരു നിമിഷം അതാ റിസ്വാനൊക്കെ ഞെട്ടിപ്പോയി. ഉപ്പ, എൻ്റെ ഉപ്പ എന്തീ പറയുന്നത്? അതെ മോളെ, എനിക്ക് ആഗ്രഹമുണ്ട്. അതെ, എനിക്കും നിൻ്റെ നിക്കാഹ് പെട്ടെന്ന് നടന്നു കാണാൻ. പിന്നെ നമ്മളെ നാട്ടിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയമല്ലേ, നമുക്ക് ആഷി ഉസ്താദിൻ്റെ നിക്കാഹിലൂടെ ഇതങ്ങ് ആക്കിയാലോ? ഉപ്പ നോ, വേണ്ടുപ്പ. മോളെ, എൻ്റെ കുട്ടി എന്നോട് ഒരിക്കൽ പോലും എതിര് പറഞ്ഞിട്ടില്ലല്ലോ. ഉപ്പ വേണ്ട, ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല.
പൊന്നുമോളെ മോളുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. എന്തായാലും എൻ്റെ പൊന്നുമോൾക്ക് നാളെ ഉപ്പ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. എന്താ ഉപ്പ കൊണ്ടുവരുന്നത്? അതൊക്കെ ഞാൻ പറയാം കേട്ടോ, മോള് നോക്കിക്കോ. അങ്ങനെ ഇതാ പിറ്റേ ദിവസം ഉപ്പ മോളോട് പറയുന്നു, പൊന്നുമോളെ മാറ്റ്, നമുക്കൊന്ന് പുറത്ത് പോയി വരാലോ. ഉപ്പ ഇനി എന്താ പർച്ചേസിങ് കഴിഞ്ഞില്ലേ? അല്ല, എൻ്റെ കുട്ടിക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടില്ലല്ലോ ഞാനേ. ഉപ്പ അതെ, എൻ്റെ മോൾക്കുള്ള ഡ്രസ്സ് എടുക്കൽ ഞാനാണ്, അല്ലാതെ ഉപ്പ എനിക്ക് ഇഷ്ടംപോലെ ഡ്രസ്സുണ്ട്, മോഡേൺ ഡ്രസ്സുകളും എല്ലാ ഐറ്റംസിലും ഉണ്ട്. എൻ്റെ പൊന്നുപ്പ എനിക്കിപ്പോൾ ഒന്നും വേണ്ടപ്പ. പൊന്നുമോളെ അത് പറയരുത്, ഉപ്പാൻ്റെ ആഗ്രഹമല്ലടി. ഉപ്പാൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒന്നുമില്ലെങ്കിൽ ആശുസ്താദിൻ്റെ കല്യാണത്തിന് എൻ്റെ പൊന്നുമോളും ഒന്ന് ഒരുങ്ങിയിരുന്നെങ്കിൽ എനിക്കതൊരു സന്തോഷമാണ്. എനിക്കത് കണ്ടെങ്കിലും അതെ, മോള് പറഞ്ഞു ഇപ്പം നിക്കാഹൊന്നും വേണ്ട എന്നുള്ളത്. ഓക്കെ, അത് സമ്മതിച്ചും മോളുടെ ഇഷ്ടത്തിന് ഉപ്പ വിട്ടു തന്നു. പക്ഷേ ഉപ്പാൻ്റെ ആഗ്രഹമുണ്ട്, അത് സിമ്പിളായിട്ടെങ്കിലും എൻ്റെ കുട്ടി ഒന്ന് അണിഞ്ഞൊരുങ്ങണം. അത് ഉപ്പയുടെ ആഗ്രഹമാണ്. ഉപ്പ അത് ഒന്നുമില്ല, വാ. അങ്ങനെ ഏതാ ഉമ്മയും ഉപ്പയും അവളും കൂടെ നേരെ ഒരു വലിയ ഷോപ്പിലേക്ക് പോകുന്നു. ഉപ്പ മോളെ ഒന്നുമില്ല. അല്ല, ഇത് എന്തിനാ ഈ വലിയ ഷോപ്പിൽ കയറിയത്? ഇത് ഫുള്ള് ഡയമണ്ട്സ് ആൻഡ് ബ്രൈഡൽ ഡ്രസ്സ്, ഡയമണ്ട് വരെ പതിച്ച ബ്രൈഡൽ ഡ്രസ്സ് കിട്ടുന്ന എത്രയോ വലിയ കോടിക്കണക്കിന് രൂപയുള്ള ഡ്രസ്സാണല്ലോ. ഈ ഷോപ്പിലേക്ക് എന്തിനാ നമ്മൾ കയറുന്നത്? ഇത് വലിയ വലിയ അറബിക് ടീം മാത്രം വരുന്ന ഷോപ്പാണ്. അതിനെന്താ, എൻ്റെ മോൾക്ക് ഇവിടെ ഡ്രസ്സുകൾ മേച്ചാവില്ലേ? ശരിക്കും ആ ഉപ്പ അതാ ചോദിച്ചു നല്ലൊരു ബ്രൈഡൽ ഡ്രസ്സ്. ഒരുപാട് കളക്ഷൻസ് അവിടെ നിന്ന് കാണിച്ചു കൊടുത്തു. അത് ശരിക്കും അറബി പെണ്ണുങ്ങൾ ഇടുന്ന രീതിയിലുള്ള, അതിൽ ഏറ്റവും മനോഹരമായതും സിമ്പിളായതുമായ ഒരു ഡ്രസ്സ് അതാ ആ ഉപ്പ തന്നെ സെലക്ട് ചെയ്തു. മോളെ ഇത് നോക്കൂ. ഉപ്പ ഇത് ആർക്കാ? മോളെ ഇത് നമുക്ക് ഹാദ്യയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്താലോ? ശരിക്കും അവൾക്ക് സന്തോഷമായി. ഉപ്പ ഹാദ്യക്കാണോ? അതെ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഹാദ്യയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പൊന്നു മോൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. മോളെ ഇതിൽ ഡയമണ്ട്സ് ഒക്കെ പതിച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടോ? ഇതിൻ്റെ കഴുത്ത്, നെക്കിൻ്റെ ഭാഗത്തും കൈകളിലൊക്കെ ആയിട്ട് ഡയമണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം. ഉപ്പ ആയിക്കോട്ടെ, എൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് അവൾക്കിത് കൊടുക്കണം, അതെൻ്റെ ആഗ്രഹം കൂടിയാണ്. അപ്പോൾ ആഷി ഉസ്താദിന്, എൻ്റെ ഉസ്താദിന് അതും വേണമല്ലോ? അതേ മോളെ, അവൻക്കും എടുക്കണം അവൾക്കും എടുക്കണം ഡ്രസ്സ്. അവൾക്കിത് മതിയോ നോക്കിക്കേ. ശരിക്കും നല്ല മനോഹരമായൊരു വൈറ്റ് തീമിലുള്ള ഒരു ഡ്രസ്സായിരുന്നു അവർ വാങ്ങിയത്, കണ്ടത്. അത് ശരിക്കും അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഉപ്പ ഇത് നല്ല ഭംഗിയുണ്ട്, ഇതിന് മേച്ചായിട്ട് ഒരു ഗ്രൂമിനുള്ള ഡ്രസ്സും നമുക്കൊന്ന് സെലക്ട് ആക്കണം. അപ്പോൾ തന്നെ അതാ അവർ അതിനുള്ള ഒരുപാട് ഓപ്ഷൻസ് കാണിച്ചു തന്നു. അതേ, വളരെയധികം മനോഹരമായ രീതിയിൽ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിന് വേണ്ടി ഒരു ഡ്രസ്സാണ് അവൾ എടുക്കുന്നത്. ശരിക്കും അതിമനോഹരമായ രീതിയിലുള്ളത്, കണ്ടാൽ നല്ല പ്രീമിയർ ലുക്ക് തോന്നുന്ന നല്ല അടിപൊളി ഡ്രസ്സ്. ശരിക്കും ഉപ്പ ഇത് മതി എൻ്റെ ഉസ്താദിന്. ആ ശരിയാണ്, ഉസ്താദുമാർക്കൊക്കെ പറ്റിയ രീതിയിലുള്ള നല്ല അടിപൊളി ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ മണവാട്ടിക്കും മണവാളിനുമുള്ള ഡ്രസ്സെല്ലാം ഓക്കെ ആയി. എന്നാൽ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞു, മോളെ ഒരു ഡ്രസ്സ് കൂടി എനിക്ക് അതുപോലത്തെ എടുക്കാൻ താല്പര്യമുണ്ട്, മോൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇത്? ആ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉപ്പ എന്തിന് രണ്ടെണ്ണം? അത് മോളെ, ഒന്ന് എൻ്റെ പൊന്നു മോൾക്ക്, അത് മോൾക്ക് വിവാഹത്തിന് വേണ്ടി. ഉപ്പ അതിന് ഞാൻ, ശരിയാണ്, മോളുടെ നിക്കാഹ് എന്നായിരിക്കും അന്ന് ധരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ട്, ആഷി ഉസ്താദിൻ്റെ നിക്കാഹ് കഴിയുന്ന അന്ന് എൻ്റെ പൊന്നുമോളും ഈ ഒരു ഡ്രസ്സ് ധരിക്കണം. അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. മോൾക്ക് വിഷമം ഒന്നുമില്ലല്ലോ, വിരോധമൊന്നുമില്ലല്ലോ? ഉപ്പ എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഡ്രസ്സാണ്, സൂപ്പറായിട്ടുണ്ട്. അതെ, എനിക്കും ഹാദിയക്കും ഒരുപോലെയാണോ? അതേ മോളെ, നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപോലെ ഡ്രസ്സ്. ഉപ്പാക്കിത് കണ്ടപ്പോൾ വല്ലാത്ത ആഗ്രഹം, ഇതങ്ങ് വിട്ട് കളയാൻ തോന്നുന്നില്ല. രണ്ടു പേർക്കും ഒരുപോലുള്ള ഡ്രസ്സ്. ശരിക്കും അവൾ സന്തോഷിച്ചു. അതെ, അവൾ ഒരിക്കൽ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി. റബ്ബേ സാരല്ല, അതെ മനസ്സിലെ ആഗ്രഹങ്ങളുണ്ട്, ഇൻഷാ അല്ലാ. എങ്കിലും അന്ന് എൻ്റെ ഉപ്പയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അതുപോലെ നിൽക്കാൻ ഞാൻ തയ്യാറാണ്. പൊന്നു മോളെ, മോള് ഈ ഡ്രസ്സ് ധരിക്കണം, എൻ്റെ ഒരു ആഗ്രഹമാണ്. എനിക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ടെങ്കിലും എൻ്റെ പൊന്നുമോളെ കാണുവാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്.
അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് ഉപ്പയുടെ ആഗ്രഹം തള്ളിക്കളയരുത് കേട്ടോ. ഇല്ലുപ്പ, ഒരിക്കലുമില്ല, ഞാൻ ആഗ്രഹം തള്ളിക്കളയില്ല. എൻ്റെ ഉപ്പയുടെ ആഗ്രഹം പോലെ ഇത് ഞാൻ ധരിച്ചിരിക്കും. ശരിക്കും കൂടുതലായിട്ട് വർക്കും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷേ അത് ഇട്ടാൽ തന്നെ വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു ഡ്രസ്സായിരുന്നു. എന്നാൽ ഒരുപാട് വർക്കുകളുടെ ഡ്രസ്സിനേക്കാൾ വളരെയധികം മനോഹരമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആ ഒരു ഗൗണ്, അതും അതിൽ വെളുത്ത റോസാപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് പോലെ അതിനിടയിൽ ഡയമണ്ട്സ് പതിപ്പിച്ച രീതിയിലുള്ള ആ ഒരു ഡ്രസ്സ് വളരെയധികം മനോഹരമായ രീതിയിലായിരുന്നു. അത് ശരിക്കും അവൾക്കും ഇഷ്ടപ്പെട്ടിരുന്നു. രണ്ടു പേർക്കും ഒരുപോലുള്ള ഡ്രസ്സുകളാണ് അവിടെ സെലക്ട് ചെയ്തത്. പൊന്നുമോളെ, ഉപ്പാൻ്റെ ഇഷ്ടത്തിനെങ്കിലും ഇത്. എന്നാൽ ഉമ്മ പറഞ്ഞ് അവൾക്കിന്ന് അവളുടെ കല്യാണത്തിന് നിക്കാഹിൻ്റെ സമയത്ത് എടുത്താൽ പോരെ, ഇപ്പോഴെന്നെ എന്തിനാ? അതല്ല, ആ ദിവസം എൻ്റെ പൊന്നുമോളും ഈ ഡ്രസ്സ് ഇട്ട് കാണുന്നത് എനിക്ക് എൻ്റെ സന്തോഷത്തിനാണ്. ഒരു പക്ഷേ എനിക്ക്. എന്നാൽ പെട്ടെന്ന് അവൾ ഉപ്പയുടെ വായ പൊത്തിക്കൊണ്ട് പറഞ്ഞു, പൊന്നുപ്പ അങ്ങനെ പറയല്ലേ, ഉപ്പ ഒരിക്കലും അങ്ങനെ പറയരുത്. കാരണം എനിക്ക് എൻ്റെ ഉപ്പയില്ലാതെ. ആ മോളെ, അതാണ് ഞാൻ പറയുന്നത്. കാരണം ഉപ്പാക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ദിവസം എനിക്ക് എൻ്റെ പൊന്നുമോളെങ്കിലും ആ ഒരു ഡ്രസ്സിൽ കാണണം. എന്നിട്ട് ഇൻഷാ അല്ലാ മോൾ ആഗ്രഹിച്ച രീതിയിലുള്ള നിക്കാഹും കല്യാണമൊക്കെ പിന്നെ നമുക്ക് നടത്താം കേട്ടോ. എൻ്റെ പൊന്നുമോള് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. അങ്ങനെ അതാ മനോഹരമായ ഡ്രസ്സുകൾ അവർ വാങ്ങുന്നു. ശരിക്കും അതിൻ്റെ വില കേട്ടപ്പോൾ തന്നെ ഉമ്മ ഒന്ന് ഞെട്ടി. റബ്ബേ, ഇത്രയൊക്കെ ഉണ്ടായിരുന്നോ? എന്നാൽ ഉപ്പ പറഞ്ഞു, സാരമില്ല, വിവാഹം എന്നത് വളരെയധികം പവിത്രമായ ഒന്നാണ്. അതിൽ നമ്മൾ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചാലും വിലപിടിപ്പുള്ള അത്തർ പുരട്ടിയാലും വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ഉപയോഗിച്ചാലും അത് നമ്മുടെ നല്ലൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും. എന്നാൽ പെട്ടെന്ന് ആ ഉമ്മ പറഞ്ഞു, നിങ്ങൾ എന്തേ പറയുന്നത്? അപ്പോൾ നമ്മുടെ പൊന്നുമോൾക്ക് അത് സാരമില്ല, അവൾക്ക് ഇനിയും എടുക്കാലോ, അവൾക്കും നല്ലൊരു സന്തോഷകരമായ നിമിഷങ്ങൾ അത് ആ ഡ്രസ്സ് അണിയുമ്പോൾ ഒരു പക്ഷേ ഒരു സമാധാനം കിട്ടിയെങ്കിലോ, അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഓ, നിങ്ങൾ ഓരോ കാര്യങ്ങൾ മോളോട് പറഞ്ഞ് കൊതിപ്പിച്ച് പാവം അതിനെന്താ, എൻ്റെ പൊന്നുമോളും ആ ഡ്രസ്സ് ഇട്ട് നടക്കുന്നത് കാണാൻ എനിക്ക് കൊതി കൊണ്ടാണ്. അത്രക്കും ഇനി നാട്ടിൽ പോയാലൊരു പക്ഷേ ഇത് കിട്ടില്ല. ഇതിൻ്റെ ആകെ 2 പീസേ ഉള്ളൂ എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് എന്തൊക്കെ തന്നെയായാലും നമ്മുടെ പൊന്നുമോൾക്ക് ഇത് വാങ്ങിക്കൊടുക്കാം. എന്നാൽ ഉമ്മയും എതിരൊന്നും പറഞ്ഞില്ല. എന്നാൽ ആ ഡ്രസ്സ് കണ്ടപ്പോൾ ശരിക്കും അവൾ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടുപോയി. എന്നാൽ അതാ അവിടുത്തെ സ്റ്റാഫ് പറയുന്നു, മോളെ ഒന്ന് ധരിച്ചു നോക്കൂ, എത്രമാത്രം മനോഹരമാണെന്ന് അപ്പോഴേ അറിയൂ, ഇതിങ്ങനെ നോക്കുമ്പോൾ അറിയില്ല. അങ്ങനെ അതാ അവൾ ഉപ്പ പറഞ്ഞതനുസരിച്ച് ആ ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് അവൾ ആ ഒരു ഡ്രസ്സ് അണിയുന്നു. ശരിക്കും അവൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം അത്രക്കും മനോഹരമായ രീതിയിലുള്ള ഡ്രസ്സായിരുന്നു അത് ധരിച്ചപ്പോൾ അവൾ കൂടുതൽ ഭംഗിയുള്ളതായിട്ട് തോന്നി. പഠിച്ചോനെ, ഞാൻ ഇത്രയ്ക്ക് ഗ്ലാമർ ഉണ്ടായിരുന്നോ? അങ്ങനെ അതാ ഉപ്പയും ഉമ്മയും വാതിലിന് മുട്ടി. മോളെ തുറക്ക്. അപ്പോഴേക്കും അവൾ അതാ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. ശരിക്കും ഞങ്ങളുടെ പൊന്നുമോളുടെ ആ ഒരു ഡ്രസ്സിൽ അണിഞ്ഞു നിൽക്കുന്ന ആ രൂപം കണ്ടിട്ട് ശരിക്കും അവർ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇത് മോള് തന്നെയല്ലേ? റബ്ബേ, നല്ലൊരു ഓർലയും കുട്ടിയെപ്പോലെ ഉണ്ടല്ലോ, ശരിക്കും മനോഹരമായിട്ടുണ്ടല്ലോ എന്ന് പറയുകയായിരുന്നു അവർ. വളരെയധികം മനോഹരമായ രീതിയിൽ അവൾ അത് ധരിച്ചുകൊണ്ടിട്ട് വരുമ്പോൾ ശരിക്കും ആ സ്റ്റാഫ് വരെ പറഞ്ഞു മാഷാ അല്ലാ എന്ന്. കാരണം അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ ഒരു ഡ്രസ്സിൻ്റെ ഭംഗി. എന്നാൽ ഉപ്പ പറഞ്ഞു, പൊന്നുമോളെ, ആഷി ഉസ്താദിൻ്റെ നിക്കാഹിന് എൻ്റെ പൊന്നുമോൾ ഇത് നിർബന്ധമായിട്ടും ധരിക്കണം. ഉപ്പയുടെ ആഗ്രഹമാണ്. ഉപ്പയുടെ ആഗ്രഹം നീ നിറവേറ്റി തരില്ലേ? എന്നാൽ ഒരു നിമിഷം അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഉപ്പ, ഇൻഷാ അല്ലാ, തീർച്ചയായും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാനിത് ധരിച്ചിരിക്കും. അതെ, അവൾക്കും ആത്മവിശ്വാസം കൂടി. കാരണം എൻ്റെ ഉപ്പയുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമാണ് അവൾക്കുണ്ടായത്. ആ നിമിഷവും അവൾ പഠിച്ച റബ്ബിനോട് ദുആ ചെയ്തു, റബ്ബിർഹംഹുമാ കമാ റബ്ബിയാനി സ്വഗീറ എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല, റഹ്മാൻ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. മനസ്സിൻ്റെ ഉള്ളിലുള്ള വേദനകളെല്ലാം കടിച്ചമർത്തി അവൾ തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മുമ്പിൽ അവൾ പുഞ്ചിരിച്ച് കാണിക്കുകയാണ്. അങ്ങനെ മറ്റന്നാളെയാണ് നാട്ടിലേക്ക് പോകുന്നത്. ആഷി ഉസ്താദിൻ്റെ നിക്കാഹിന് പങ്കെടുക്കണം. ഇൻഷാ അല്ലാ ഈ ഡ്രസ്സ് ഇടണം. അവൾ വിതുമ്പിക്കൊണ്ട് ആലോചിച്ചു.
ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വോട്ടൊക്കെ ചെയ്തല്ലേ എല്ലാവരും? എന്തൊക്കെ തന്നെയും നല്ലൊരു ഭരണം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാണ് നല്ല നീതിയോടുകൂടി ഭരിക്കുന്നത്, നല്ല രീതിയിൽ ആളുകളെ സഹായിക്കുവാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുവാനും അതുപോലെ തന്നെ നാടിന് ഉപകാരമാകുന്ന ടീം ഏതാണെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടുത്ത് ഭരണം കൊടുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അല്ലേ? ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ എവിടെയായിരുന്നു വോട്ട്, ഏത് സ്ഥലത്താണ്, ഏത് സ്കൂളിലാണ് എന്നൊക്കെ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.